ഹായ് ഓൾ. രാവിലെ തന്നെ പച്ചക്കറിക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറി കേട്ടോ. ഇന്നൊരു സൺഡേ മോർണിംഗ് വ്ളോഗാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. പനീർ ആദ്യമേ തന്നെ നന്നായിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഒരു ക്യാഷു അല്ല, കുറച്ച് ക്യാഷു എടുത്ത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കുക. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ പനീർ വറുത്ത എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കുറച്ച് ഗ്രാമ്പു, കുറച്ചല്ല, ഒരു ഗ്രാമ്പു, ഒരു കറുവാപ്പട്ട, ഒരു ഏലക്ക അത്ര ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവോളയും തക്കാളിയും ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു കൊടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക് അത്രയും കൂടി ഇട്ട് അപ്പോൾ ഞാൻ പൊടികളായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രമാണ് കേട്ടോ. ഇതും കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ച കാഷ്യൂവിൻ്റെ പകുതി എടുത്ത് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മളുടെ ഈ തക്കാളിയും കൂടെ ചേർത്ത്, അതായത് ഈ സവോള തക്കാളിയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വറുത്ത് കോരിയ പനീറും കാഷ്യൂസും അപ്പുറത്തിരിപ്പുണ്ടേ. ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട, ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമ്മളുടെ വറുത്ത് കോരി മാറ്റി വെച്ച പനീറും കാഷ്യൂസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ദോശ ഉണ്ടായിരുന്നു, എനിക്ക് ദോശയുടെ കൂടെ കഴിക്കുന്നതിനേക്കഴിഞ്ഞും ഇഷ്ടം ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയൊക്കെ ചേർത്ത് നമുക്കിങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.